ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അനലോഗ് വോൾട്ട് മീറ്റർ അതുപോലെ അനലോഗ് ആംബിയർ മീറ്ററുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പാനൽ ബോർഡുകളിൽ അതുപോലെ തന്നെ മോട്ടറിൻ്റെ ബോർവെൽ മോട്ടറുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പാനൽ ബോർഡുകളിലൊക്കെ നമ്മൾ AC ആംബിയർ മീറ്റർ അതുപോലെ AC വോൾട്ട് മീറ്ററൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് പല സൈസിൻ്റെ ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ളതുണ്ട്, പല ഷേപ്പ് ഉണ്ട്. അപ്പം കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പം ഇൻ കേസ് ഏതെങ്കിലും ഒരു മീറ്റർ ബോർവെൽ മീറ്ററിൻ്റെ വോൾട്ട് മീറ്റർ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ആംബിയർ മീറ്റർ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആംബിയർ മീറ്റർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള മീറ്റർ ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മീറ്ററുകൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ആംബിയർ മീറ്ററാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ആംബിയർ മീറ്ററാണ്, AC ആംബിയർ മീറ്ററാണ്. അപ്പം ഇത് നമുക്ക് ബോർവെല്ലുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ ചെറിയ മീറ്ററുണ്ട്. ഇതിപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ചിനടുത്ത് സൈസ് വരുന്നുണ്ട്. ഇതന്നെയും അല്ലാതെ സെൻറ്റിമീറ്റർ അളവാണ് നോക്കുന്നെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 96 mm വരുന്നുണ്ട്. 96 mm. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 96 mm ആണ്. 96 mm എന്ന് പറയുമ്പോൾ 9.6 സെൻറ്റിമീറ്റർ. ഇവിടെ വരുമ്പോൾ 9ആയി. 9 90. ഇവിടെ വരെ വരുമ്പോൾ ഇത് 9 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആണ്, ഒരു 6 mm കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് 96 mm മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ആംബിയർ മീറ്ററാണ്, AC ആംബിയർ മീറ്ററാണ്. നല്ല ക്വാളിറ്റിയുള്ള AC ആംബിയർ മീറ്ററാണ്. ഇങ്ങനത്തെ മീറ്ററുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ AC വോൾട്ട് മീറ്ററാണിത്. ഇത് AC വോൾട്ട് മീറ്ററാണ്. ഇതും സൈസ് സെയിം ആണ്. 96 mm AC വോൾട്ട് മീറ്ററാണ്. ഇതിൻ്റെയും സൈസ് സെയിം ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കിന് 96 mm ആണ് വരുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ഇതിപ്പം ഇതിൻ്റെ ചെറിയ വോൾട്ട് മീറ്റർ ഉണ്ട്. ഇത് 96-ൻ്റെയാണ്, 96 mm-ൻ്റെയാണ്. ഇതിൻ്റെ ചെറിയ സൈസുള്ള വോൾട്ട് മീറ്റർ ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഉള്ളതുള്ള സ്ക്വയർ ടൈപ്പുള്ള മീറ്ററുകളൊക്കെ ഉണ്ട്, അനലോഗ് മീറ്ററുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മീറ്ററുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പം നിങ്ങളുടെ ഓൾറെഡി യൂസ് ചെയ്യുന്ന മീറ്ററിൻ്റെ മെഷർ ചെയ്യണം ആദ്യം. ഇപ്പം കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം യൂസ് ചെയ്യുന്ന മോട്ടറിൻ്റെ പാനൽ ബോർഡോ അല്ലെങ്കിൽ പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന പാനൽ ബോർഡുകളിലൊക്കെ ഇങ്ങനത്തെ മീറ്ററുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും മീറ്റർ വോൾട്ട് മീറ്ററോ ആംബിയർ മീറ്ററൊക്കെ കംപ്ലൈൻ്റ് ആയി പോയിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പം നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ സഹായത്തോടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസും 96 mm ആണ്. 96 mm ആണ്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മീറ്ററിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ എടുക്കുക. മെഷർമെൻറ്റ് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവിനുള്ള മീറ്ററുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം പേയ്മെൻറ്റ് അഡ്വാൻസായിട്ട് ചെയ്ത് കഴിയുമ്പോഴേ നമ്മളിത് കൊറിയർ അയച്ചു തരുന്നതാണ്. കൊറിയർ അയക്കാൻ അതിൻ്റെ ടൈം ഡിലേ ഉണ്ട്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ടൈം ഡിലേ ഉണ്ട്. ടൈം ഡിലേ എന്ന് പറഞ്ഞാൽ അയച്ച് നിങ്ങളിൽ എത്താനുള്ള ഡിലേ ഞങ്ങളുടെ സ്റ്റോക്കിനനുസരിച്ചാണ് ചെയ്തു തരുന്നത്. അപ്പം നല്ല രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ നല്ല കവറിലാണ് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ അയച്ചു തരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള മീറ്ററുകളൊക്കെ പല പാനൽ ബോർഡുകളിൽ അതുപോലെ ബോർവെൽ മോട്ടറുകളുടെ പാനലിൽ അതുപോലെ തന്നെ മറ്റ് മില്ലുകൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നിടത്തൊക്കെ ഇതുപോലുള്ള മീറ്ററുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും കംപ്ലൈൻ്റ് ആയി പോയിട്ടുള്ള മീറ്ററുകളൊക്കെ കാണും. റീപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്യാത്തത്. ഇപ്പോൾ ഈ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആംബിയർ ലോഡ് എടുക്കുന്ന ആംബിയർ കൃത്യമായിട്ട് അറിയാൻ കഴിയും.
ഇതിൽ നമുക്ക് ലൈൻ വോൾട്ടേജ് ഉണ്ടോ ഇല്ലെന്ന് അറിയാം. കാരണം നമ്മൾ മോട്ടറൊക്കെ യൂസ് ചെയ്യും, വീടുകളിലൊക്കെ ബോർവെൽ മോട്ടറുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ലൈൻ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബോർവെൽ മോട്ടർ ഓൺ ചെയ്യാം. അതുപോലെ മോട്ടറുകൾ ഈ മീറ്റർ ആംബിയർ മീറ്റർ വെച്ച് തന്നെ നമുക്ക് നോർമലി മോട്ടർ വർക്ക് ചെയ്യുമ്പോഴുള്ള ആംബിയർ എത്ര എടുക്കുന്നുണ്ടെന്നും, അതുപോലെ തന്നെ നോർമലല്ല ഇപ്പം മോട്ടർ വർക്കിങ്ങിലാണോ, ലോഡ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മോട്ടർ ജാമാണോ, ഇതെല്ലാം നമുക്ക് ഈ ആംബിയർ മീറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആംബിയർ കൂടുതൽ എടുക്കുന്നുണ്ടോ അതോ കുറവാണോ എടുക്കുന്നത്, മോട്ടർ ജാം ആയി കഴിഞ്ഞാൽ എത്ര ആംബിയർ എടുക്കുന്നത്, അതൊക്കെ നമുക്ക് ഈ ആംബിയർ മീറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ലോഡുകളിൽ ഇപ്പം പാനൽ ബോർഡുകളിലൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കാൻ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള അനലോഗ് മീറ്ററുകൾ ഇതിപ്പം 96 mm ഇതിൻ്റെ ചെറിയ സൈസും വരുന്നുണ്ട്. ചില പാനൽ ബോർഡുകൾ ചെറുതാണ്, കൂടുതലും യൂസ് ചെയ്യുന്നത് ചെറുതാണ്. ഇതിങ്ങനെ വലുത് യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ ചെറുത് ഇത് 96 mm ഇതിൻ്റെ ചെറുത് 72 mm വരുന്നത്, 72 mm. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് മെഷർ ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് ഞങ്ങൾ അയച്ചു തരാം, കൊറിയർ അയച്ചു തരാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.